നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ ഇരട്ട കുട്ടികൾക്ക് ആവശ്യമായ പരിചരണം കിട്ടാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് മന്ത്രി കെ എ തുളസി. അച്ചൻകോവിൽ ഉന്നതിയിൽ നിയോഗിക്കപ്പെട്ടിരുന്ന ട്രൈബൽ പ്രൊമോട്ടറെ നീക്കം ചെയ്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അമ്മയെയും മന്ത്രി സന്ദർശിച്ചു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൽ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായ നിലയിൽ. AC ഹാൾ ഉപയോഗശൂന്യം. ഡയറക്ടർ ഓഫീസിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സന്ദർശനം. കുറ്റക്കാർക്കെതിരെ നടപടിയെന്ന് മന്ത്രി. പ്രാർത്ഥനയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ചു. പുരോഹിതൻ അറസ്റ്റിൽ. കിഴക്കേ കല്ലട സ്വദേശി ഫാദർ ഡെന്നിസ് പ്രവീണാണ് പിടിയിലായത്. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കം. ജൂലൈ 5-ന് സമ്മേളനം സമാപിക്കും. പ്രവർത്തക പഠന ശിബിരം സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ആവശ്യമായ പരിചരണം കിട്ടാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് മന്ത്രി കെ എ തുളസി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അമ്മയെയും കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അച്ചൻകോവിൽ ഉന്നതിയിൽ നിയോഗിക്കപ്പെട്ടിരുന്ന ട്രൈബൽ പ്രൊമോട്ടറെ നീക്കം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ പോഷകക്കുറവിനെ തുടർന്ന് ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിചരണം കിട്ടാത്ത സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. അതായത് ഈ കുട്ടികൾ ജനിച്ചതിന് ശേഷം മാത്രമുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ അമ്മ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ, കുട്ടികളെ ഗർഭാവസ്ഥയിൽ ചുമന്നിരിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഇത് വന്നപ്പം, സ്വാഭാവികമായിട്ട് ഇത് മാധ്യമത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ നമ്മളതിൽ ഇടപെട്ട് പലരുമായിട്ടും അത് സംസാരിക്കുകയും ആ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടേക്ക് കാണാനായിട്ട് വന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്മുടെ വകുപ്പിലുള്ള പ്രൊമോട്ടർ, അവരെക്കുറിച്ച് ഈ അമ്മയോട് തന്നെ അന്വേഷിച്ചപ്പം അവരുടെ വീട്ടിലേക്ക് അവരുടെ ഒരു സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വകുപ്പിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് SC/ST പ്രൊമോട്ടർമാർ. അപ്പോൾ അവർക്ക് അങ്ങനെ അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതുപോലെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഏരിയ, അതിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വീടാന്തരം കയറി ഇറങ്ങി ആ വിവരശേഖരണം നടത്തി അത് വകുപ്പിൻ്റെ സേവനങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ആ ഒരു സേവനം ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ ആ കുട്ടികളുടെ അമ്മ നമ്മളോട് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പരിചരണത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അമ്മയെയും നേരിൽ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികൾ ജനിച്ച ശേഷം മാത്രമുള്ള പ്രശ്നമല്ല, മറിച്ച് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നതെന്നും ഈ പശ്ചാത്തലത്തിൽ ഇതിനായി നിയോഗിക്കപ്പെട്ടിരുന്ന ട്രൈബൽ പ്രൊമോട്ടറെ നീക്കം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അവരെ ഇനി നമുക്കത് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതേ സ്ഥാനത്ത് വീണ്ടും അവരെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് തീർച്ചയായിട്ടും നമ്മൾ നീക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ പോകാൻ വഴിയുള്ളൂ. കാരണം ഇത് ഒരാളെ നമുക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവാമല്ലോ. കാരണം എല്ലാ ആളുകളും ഒരുപോലെ അട്രാക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം എന്നില്ല. അപ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ളൊരു സൂചനയായിട്ടാണ് നമ്മൾ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളത്. സമാന രീതിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സൂചന കൂടിയാണ് ഈ നടപടിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻ വർഷങ്ങളിൽ പോരായ്മകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് തുറന്നു പറയും. ഓരോ ഉന്നതികളിലെയും പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കും. ഓരോ ജില്ലാ ഓഫീസിലും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ 29, 30, 31 തീയതികളിൽ പ്രത്യേക അദാലത്ത് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി.
ഇല്ല, ഇപ്പം നമ്മൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ജൂലൈ മാസം ഓരോ ജില്ലാ ഓഫീസിലും വകുപ്പിന്റെ SC ST അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകളിൽ പെൻഡൻസി കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീവ്രമായിട്ടുള്ള യജ്ഞം നടത്താൻ പോവുകയാണ്. ഈ വരുന്ന ജൂലൈ 29, 30, 31 തീയതികളാണ് അത് നടക്കുക. അതിന് മുൻപ് എല്ലാ ജില്ലാ ഓഫീസിലേക്കും അതിൻ്റെ അറിയിപ്പ് എത്തിച്ചിട്ടുണ്ട്. അതത് ഓഫീസുകളിൽ ഏതൊക്കെ ഫയലുകളാണോ സാധാരണക്കാരൻ്റെ പലതരത്തിലുള്ള പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, വീടായിരിക്കാം, മൊബൈൽ ഇലക്ട്രിസിറ്റി ആയിരിക്കാം, കുട്ടികളുടെ ഗ്രാൻസ് ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളാണോ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ആ ഫയലുകൾ അടിയന്തരമായിട്ട് തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടക്കമുള്ള മന്ത്രിതലം തൊട്ട് താഴെ തട്ടിൽ വരെയുള്ള ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തീവ്രമായിട്ടുള്ള ഒരു ന്യൂസ് ബ്യൂറോ പുനലൂർ. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കമായി. ജൂലൈ 5-ന് സമ്മേളനം സമാപിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവർത്തക പഠന ശിബിരം, പ്രതിനിധി സഭ എന്നിവ നടന്നു. സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി പ്രവർത്തക പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനത്തിനാണ് മാവേലിക്കരയിൽ തുടക്കമായത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം 5-ന് സമാപിക്കും. വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ദക്ഷിണ കേരള നിർവാഹക സമിതി നടന്നു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവർത്തക പഠന ശിബിരം മാവേലിക്കര ഉമ്പർനാട് നരസിംഹ കൂഷ്മാണ്ഡ സിദ്ധാശ്രമത്തിലെ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നാളിതുവരെ പുലർത്തി വന്നിരുന്ന പല മൂല്യങ്ങളും, ജീവിത മൂല്യങ്ങളും, അത് വളരെ പെട്ടെന്ന് ഒരു പോയിന്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമ്മൾ എന്തൊക്കെ ചെയ്യണം ദൈനംദിനം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ ഓമന പേരിൽ അക്കാഡമിഷ്യൻസൊക്കെ പറയും ജെൻസി കുട്ടികൾ എന്നൊക്കെ പറയാറുണ്ട്. 2020 ശേഷം ഉള്ള കുട്ടികളെ നോക്കി അങ്ങനെ പറയുന്നതെങ്കിൽ തന്നെ ഒരു 10 വർഷം കൂടി പുറകോട്ടുള്ള കുട്ടികൾ കൂടി അതിലേക്ക് ആകർഷകരാകുന്ന ഒരു സ്വഭാവം വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ മുമ്പിലായതുകൊണ്ടാണ് പറയുന്നത്. കാരണം പല അമ്മമാരുടെയും കുട്ടികളുടെയും തന്നെ വേദന നമ്മൾ പലപ്പോഴും ഇത് സംബന്ധിച്ച് കേൾക്കാറുണ്ട്. അമ്മമാരൊക്കെ പറയുന്നത് ഈ കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധം. ദക്ഷിണ കേരള അധ്യക്ഷൻ ഡോക്ടർ N ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ കേരള പൊതുകാര്യദർശി BS ബിജു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ പ്രഭാഷണം നടത്തി. ഗോകുലം 4 പടവുകൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. S ശ്രീകുമാർ നന്ദി പറഞ്ഞു. പ്രതിനിധി സഭയിൽ ഗോകുല ജില്ലാ കാര്യദർശിമാർ വൃത്തനിവേദനം നടത്തി. സംസ്ഥാന സംഘടനാ കാര്യദർശി SR കണ്ണൻ, സംസ്ഥാന പൊതുകാര്യദർശി KN സജികുമാർ, ദക്ഷിണ കേരളം പൊതുകാര്യദർശി BS ബിജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവേലിക്കര. US കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തൊഴിലാളികളുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കും. ലേബർ കോഡ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. US കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടൽ സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത കാര്യമാണ് നടന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംഭവം അറിഞ്ഞ ഉടനെ തൃക്കാക്കര MLA ഉമാ തോമസിനെ വിളിച്ചിരുന്നു. തൊഴിലാളികളെ പിരിച്ചുവിട്ടത് ഒരു ചർച്ച പോലും നടത്താതെയാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒട്ടും ആശാസ്യകരമല്ലാത്ത ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. പേർക്ക് ഒരു സുപ്രഭാതത്തിൽ തൊഴിലില്ല എന്ന് പറഞ്ഞ് കമ്പനി പിരിച്ചുവിടുന്നത്. ഇന്നലെ തൃക്കാക്കര MLA അടക്കം ചെന്ന് സംസാരിച്ച് ജില്ലാ ലേബർ ഓഫീസർ അവിടെ എത്തി ചർച്ച നടത്തി. താൽക്കാലികമായി അത് മരവിപ്പിച്ച് പിന്നീട് ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തിയിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ബാക്കി കൊടുക്കാനുള്ള പണം കൊടുത്ത് പിരിച്ചുവിട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് US ബേസ്ഡ് കമ്പനിയാണ്. നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കേരള സർക്കാർ ഇടപെടും. ലേബർ കോഡ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജന ഫണ്ട് 20% ഉയർത്തണമെന്ന് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ഓഫ് കേരള ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വയോജന ഫണ്ട് 5% നിന്നും 20% ഉയർത്തണമെന്നാണ് FOSCAK കൊല്ലം ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടത്. തേവള്ളി ഓലയിൽ സീനിയർ സിറ്റിസൺ ഭവനിലാണ് വാർഷിക പൊതുയോഗം നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് K ജോൺ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചൊരു പരാതി ലഭിച്ചാൽ കേന്ദ്ര നിയമം പറയുന്നത് 2007 നിയമവും 2009 ചട്ടങ്ങൾ പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ
ആ കേസ് വാദം കേട്ട് തീർക്കുക. കഷ്ടമെന്ന് പറയട്ടെ, ഒരൊറ്റ കേസ് പോലും ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ വാദം കേട്ട് തീർപ്പ് കൽപ്പിച്ച ചരിത്രം ഈ കേരളത്തിലില്ല. നമ്മുടെ മന്ത്രിയുടെ മുഖം വെച്ചിരുന്ന് മങ്ങി നിറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം കോടതി വേണം. കുട്ടികളുടെ വിചാരണ ചെയ്യാനുള്ള ജില്ലയിൽ കോടതിയുണ്ടല്ലോ. ഒരു കോടതി ഒരു ജില്ലയ്ക്ക് വേണം. വേണമെങ്കിൽ റിട്ടയർഡ് ജസ്റ്റിസുമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം, അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷെ വണ്ടി ഒരു ജില്ലയിൽ വയോജനങ്ങളുടെ കേസ് കേൾക്കാനും ആ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനും ഒരു കോടതി ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആ 12 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ വെച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ്. ജില്ലാ പ്രസിഡന്റ് കുടവട്ടൂർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു. ലതാങ്കൻ മരുത്തടി, ഭാവിസ് വിജയൻ, ഉദയഭാനു, PK വിജയനാഥ, CV രാജു, സുമൻ ദാസ്, നസീം ബിബി, വിജയകുമാരി, U അനിൽകുമാർ, P ബാബു എന്നിവർ പങ്കെടുത്തു. അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. അത് യൂണിറ്റിലും വേണം. യൂണിറ്റിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്, സമ്പത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടായിട്ടൊരു ഏത് രീതിയിൽ നമുക്ക് ഈ സമ്പത്ത് സംഘടിപ്പിക്കാൻ പറ്റും, അങ്ങനെ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ആൾക്കാർക്ക് തന്നെ എൻ്റർടൈൻമെൻറ്റ് കൂടാക്കി അവർക്ക് സഹായവും ചെയ്ത് നമുക്ക് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം. സീനിയർ സിറ്റിസൺ അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി, കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നേ ദിവസം കൊല്ലം മയത്തിലുള്ള TM മാത്യു മെമ്മോറിയൽ ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. ഏകദേശം 28 അംഗങ്ങൾ വിവിധ യൂണിറ്റുകളിൽ നിന്നും പങ്കെടുത്തു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്ത് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും യൂണിറ്റിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം ഇതേപോലെ വന്നു. പിന്നെ പുതിയ സംസ്ഥാന ഭാരവാഹികൾക്ക് അനുമോദിച്ചുകൊണ്ട് എല്ലാ യൂണിറ്റുകളും അഭിനന്ദനം അറിയിക്കാറുണ്ട്. അവർ സെക്രട്ടറി പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് ഞാൻ ആ യോഗത്തിൽ നിന്ന് എത്താറുണ്ട്. കുരിപ്പിടിയായാലും ഞാനിപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹം പോലും അടുത്ത എൻ്റെ വലതുവശത്തിക്കൊണ്ട് സെക്രട്ടറി പരവുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുന്ന പ്രസിഡന്റിനെ വിളിക്കാത്തതിന് എനിക്ക് ഒരു പരിഭവമില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ജൂലൈ 7 നടക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ആശ്രമത്തെ ഡയറക്ടർ ഓഫീസിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. AC ഹാൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായതും മന്ത്രി മനസ്സിലാക്കി. ഈ സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചത്. സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആശ്രാമത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിലാണ് മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശനം നടത്തിയത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്റർ മന്ത്രി പരിശോധിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ കോടികൾ മുടക്കി തൊഴിൽജന്യ രോഗങ്ങളുടെ പരിശോധന നടത്താനായി വാങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ നശിക്കുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ലഭിച്ച വിവരം ശരിയാണെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. 10 വർഷം മുമ്പ് സെന്ററിലെത്തിച്ച അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീനും എക്സ്റേ മെഷീനും ഉപയോഗിക്കാതെ പൊടി പിടിച്ച് നശിക്കുന്നു. ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് ഇവ ഉപയോഗിക്കാതെ പോയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. മെഡിക്കൽ ഉപകരണങ്ങൾക്ക് പുറമെ പുതുക്കിപ്പണിത AC ഹാൾ ഉപയോഗശൂന്യമായി നശിച്ചതായും മന്ത്രിയുടെ പരിശോധനയിൽ ബോധ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ജൂലൈ 7 തിരുവനന്തപുരത്ത് ചേരുമെന്ന് മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ ഗൗരവകരമായ അന്വേഷണം ഉണ്ടാകുമെന്നും വീഴ്ച വരുത്തിയവർക്ക് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ കൊല്ലത്തെ ഓഫീസിൽ അൾട്രാസൗണ്ട് സ്കാൻ മെഷീനും എക്സ്റേ മെഷീനും അടക്കമുള്ള ആധുനിക മെഷീനുകൾ ഇറക്കുമതി ചെയ്ത് വർഷങ്ങളായി പൂട്ടിവെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് പരിശോധിച്ചതിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. 10 വർഷത്തിന് മുമ്പ് വാങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരോട് ചോദിച്ചതിൽ നിന്ന് അത് പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളെ നിയമിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. സർക്കാർ ഫണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനെ വെറുതെ നശിപ്പിച്ച് കളയുന്നത് ജനങ്ങളുടെ ഫണ്ടാണ്. ഇത് തീർത്തും തെറ്റായ കാര്യം തന്നെ. ഇക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി അടുത്ത നടപടികൾ സ്വീകരിക്കുക. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നമ്മൾ കൊല്ലക്കാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഇത് കൂട്ടിയിട്ടേക്കായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ പോലും പറഞ്ഞത്. വലിയ നല്ലൊരു ഹാളുണ്ട്, AC ഒക്കെ ഉള്ള നല്ല ഹാള്, അതും പ്രവർത്തിക്കാൻ പറ്റാതായിരിക്കുന്നു. എന്തെങ്കിലും ചീത്തയായത് പോട്ടെ, ഇതൊക്കെ പുതിയ സാധനങ്ങൾ. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചെന്ന് അവരിത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ ഇതുവരെ ചെയ്യില്ല എന്നുള്ളതാണ്.
ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ഈ വകുപ്പിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ ആരെങ്കിലും ഭാഗത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയ്ക്കെതിരെ നടപടിയെടുക്കുകയും എന്നാൽ ഇതിന് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് ആരായുകയും ചെയ്യും. സ്കാനിംഗ് മെഷീനും എക്സ്റേ മെഷീനും ഇനി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് വിദഗ്ധരെ കൊണ്ട് അടിയന്തരമായി പരിശോധിപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കോടികൾ ചെലവഴിച്ചു വാങ്ങിയ ഉപകരണങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലവും വകുപ്പ് ലാഘവത്തോടെ കണ്ടത് ഖേദകരമാണെന്നും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സഹായം ഇല്ലാതെയാക്കിയത് ന്യായീകരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റം റദ്ദാക്കുക, അർഹരായ മുഴുവൻ ജീവനക്കാർക്കും സ്ഥലമാറ്റം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. പ്രതികാര നടപടിയിലൂടെ ജീവനക്കാരുടെ ആത്മവീര്യം കെടുത്താൻ കഴിയില്ലെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ജയമോഹൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റം റദ്ദാക്കുക, അർഹരായ മുഴുവൻ ജീവനക്കാർക്കും സ്ഥലം മാറ്റം അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITU കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തിയത്. ജില്ലയിലെ 9 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ സംഗമം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രതികാര നടപടിയിലൂടെ ജീവനക്കാരുടെ ആത്മവീര്യം കെടുത്താൻ കഴിയില്ലെന്ന് S. ജയമോഹൻ പറഞ്ഞു. അത് തൊഴിലാളികളുടെ സംഘടിതമായ കരുത്തുണ്ട്. അവരെ ഈ കാര്യത്തിൽ സഹായിക്കാൻ മനസ്സുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതിനേക്കാൾ ശക്തമായി നമ്മുടെ പ്രതിരോധത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ഇടതുപക്ഷ സർക്കാർ കൂടി ഉണ്ടായിരുന്നപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കാത്ത 10 വർഷത്തിനിടയിൽ വൽക്കരിക്കാത്ത ഒറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് പറയും. 28ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നഷ്ടത്തിലായിരുന്നു. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുപോകും. നഷ്ടത്തിലായിരുന്ന KSRTCയെ ലാഭത്തിലാക്കാനുള്ള പരിശ്രമത്തിലേക്ക് ഏർപ്പെട്ടു വരുമ്പോൾ നഷ്ടമില്ലാത്ത നിലയിലെങ്കിലും എത്തിക്കാൻ ഉള്ള നടപടികൾ ദ്രുതഗതിയിലാണ് നടപ്പിലാക്കി വന്നത്. നഷ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, ജീവനക്കാർക്ക് ശമ്പളം മുടക്കുക, ഡെയിലി വേജസുകാരെ പോലെ അവരെ കാണുക, റാങ്ക് ലിസ്റ്റിലുള്ളവരെ തന്നെ സ്ഥിര നിയമനം കൊടുക്കാതിരിക്കുക, ജോലി പോലെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ജോലിക്ക് വിളിച്ചാൽ വൈകുന്നേരം ശമ്പളം കൊടുക്കുന്നത് പോലെ ആക്കുക, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU കൊല്ലം ജില്ലാ പ്രസിഡന്റ് V. രാജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K. അനിൽകുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി അജു, വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ബിനീഷ്, KACB എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിയുമ്മൻ മാത്യു, KSRT CITU ജില്ലാ ട്രഷറർ S. സുമീഷ് ലാൽ, കൊല്ലം യൂണിറ്റ് സെക്രട്ടറി S. ഷക്കീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറയിൽ MDMAയുമായി ഒരാൾ പിടിയിൽ. മടപ്പള്ളി സ്വദേശി മുഹമ്മദ് ഷെഫീഖാണ് പിടിയിലായത്. 1.05 ഗ്രാം MDMAയും 8.78 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചവറ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 1.05 ഗ്രാം MDMAയുമായി ഒരാൾ പിടിയിലായത്. ചവറ മടപ്പള്ളി കൈതവന വടക്കേതിൽ ആസിഫ് മൻസിലിൽ മുഹമ്മദ് ഷെഫീഖാണ് അറസ്റ്റിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും MDMAയും 8.78 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തത്. ചവറ പോലീസ് ഇൻസ്പെക്ടർ R. മനോജ് കുമാർ, SI ഷമീർ, ഡാൻസ് ഓഫ് SI കണ്ണൻ, ASIമാരായ നൌഷാദ്, സജീവ്, CPOമാരായ ഉമേഷ്, കീർത്തന എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. അക്ഷയ ജനസേവന കേന്ദ്രത്തിൽ സ്ത്രീയുടെ മാല അപഹരിച്ചു. ബൈക്കിലെത്തിയ യുവാക്കളാണ് മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടത്. കൊല്ലം പാരിപ്പള്ളിയിലായിരുന്നു സംഭവം. കൊല്ലം പാരിപ്പള്ളിയിലാണ് അക്ഷയ ജനസേവന കേന്ദ്രത്തിൽ നിന്നും സ്ത്രീയുടെ മാല യുവാക്കൾ പൊട്ടിച്ചെടുത്തത്. ബൈക്കിലെത്തിയ 2 യുവാക്കളാണ് മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. ഹെൽമെറ്റ് ധരിച്ചാണ് ഇവർ ബൈക്കിലെത്തിയത്. ഒരാൾ
അക്ഷയയിലേക്ക് കയറി മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പിന്നാലെ വന്നയാളുടെ ബൈക്കിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പാരിപ്പള്ളി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രാർത്ഥനയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച പുരോഹിതൻ അറസ്റ്റിൽ. കിഴക്കേ കല്ലട സ്വദേശി ഫാദർ ഡെന്നിസ് പ്രവീണാണ് ചവറ പോലീസിന്റെ പിടിയിലായത്. യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. നീണ്ടകര സ്വദേശിനിയുടെ പരാതിയിലാണ് പുരോഹിതനെ അറസ്റ്റ് ചെയ്തത്. കിഴക്കേക്കല്ലട കൊടുവിള സ്വദേശി ഫാദർ ഡെന്നിസ് പ്രവീണാണ് ചവറ പോലീസിന്റെ പിടിയിലായത്. 2022 മുതൽ 24 വരെ യുവതിയെ പുരോഹിതൻ പീഡിപ്പിച്ചതായാണ് പരാതി. നീണ്ടകര, പരിമണം, വിഴിഞ്ഞം ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞായിരുന്നു പീഡനം. ഇൻസ്പെക്ടർ ആർ മനോജ് കുമാർ, SI ബി ഓമനക്കുട്ടൻ, ASI ജിമിനി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സ്കൂളുകളിലെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബ് അടുത്ത അധ്യയന വർഷം മുതൽ ജൈവ വൈവിധ്യ സംരക്ഷണ ക്ലബ്ബ് എന്നാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വടക്കുംതല പനയന്നാർക്കാവ് SVPM ഹൈസ്കൂളിൽ SSLC പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SPC പോലെ പ്രാധാന്യം ജൈവ വൈവിധ്യ സംരക്ഷണ ക്ലബ്ബുകൾക്ക് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 1000-ലധികം സ്കൂളുകളിലാണ് സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പലതും കാര്യമായി പ്രവർത്തിക്കുന്നില്ല. SPC പോലുള്ള പ്രാധാന്യം ഇതിനും ഉണ്ടാകും. പ്രകൃതി സംരക്ഷണം, പ്ലാസ്റ്റിക്കിന്റെ ദോഷം, മാലിന്യ സംസ്കരണം എന്നിവയുടെ അവബോധം കുട്ടികളിൽ വളർത്തുക എന്നതാണ് ജൈവ വൈവിധ്യ സംരക്ഷണ ക്ലബ്ബ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വടക്കുംതല പനയന്നാർകാവ് സർദാർ വല്ലഭായ് പട്ടേൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ SLC പരീക്ഷാ വിജയികളെ അനുമോദിക്കാനായി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾ എന്ന് പറഞ്ഞ് നാമമാത്രമായി അല്ലെങ്കിൽ കാര്യമായി പ്രവർത്തിക്കുന്നില്ല. 1000-ൽ പരം സ്കൂളിലുണ്ട് സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബ്. ഞാൻ എൻ്റെ പേരെ മാറ്റിയിട്ട് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലേക്കുള്ള ക്ലബ്ബുകളാക്കി മാറ്റുകയും SPC പോലെ തന്നെ അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കേണ്ട അവബോധം വളർത്തുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുതൽ നമുക്ക് പനയന്നാർകാവ് സ്കൂളിലടക്കം അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ ദോഷം അല്ലെങ്കിൽ നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കേണ്ട എല്ലാ അവബോധവും കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെയും തലമുറയുടെ അടുത്ത് ഇനിയും പറഞ്ഞ് ഒന്നും നന്നാകാൻ പോകുന്നില്ല. നമ്മൾ ശീലിച്ച ഒരു രീതിയിൽ നിന്ന് മാറത്തില്ല. പക്ഷെ അടുത്ത തലമുറയെങ്കിലും അത് പഠിക്കണമെന്നുള്ള നിലയിലേക്ക് പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഇവിടെ അവാർഡ് ജേതാക്കളായിട്ടുള്ളവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ അവരുടെ മേഖലയിലേക്ക് കൂടുതൽ പറയാഞ്ഞത്, അവരെ എല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ ബേബി ജോൺ ഫൗണ്ടേഷൻ്റെ പേരിൽ അവർക്ക് അവാർഡ് കൊടുക്കുകയും അവിടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ച് കഴിഞ്ഞതുകൊണ്ട് അവർ ആവർത്തനം വേണ്ട എന്നുള്ള നിലയിലേക്കാണ് അത് വീണ്ടും പറയാത്തത്. PTA പ്രസിഡന്റ് ES രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് V രാജീവ് പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺ രാജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ പുതുക്കുളം, പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം നജിമ നവാസ്, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൺവീനർ ഡോക്ടർ കാസിം കുഞ്ഞ, MPTA പ്രസിഡന്റ് ഹസീന നിസാർ, അധ്യാപകരായ PR സീജ, ജയചന്ദ്രൻ, TC ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. പ്രഥമാധ്യാപകൻ MA അബ്ദുൽ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പെന്ന് പരാതി. ബിഷപ്പ് ജെറോം നഗറിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. വിസ തട്ടിപ്പിന് ഇരയായവർ ഇവരുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. കൊല്ലം കടവൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. നിലവിൽ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. കൊല്ലം ബിഷപ്പ് ജെറോം നഗറിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. കടവൂർ സ്വദേശി സോളമന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. 2 വർഷം മുമ്പാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയത്. സോഷ്യൽ മീഡിയ വഴി 4 ലക്ഷം രൂപയ്ക്ക് ഇറ്റലിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി എന്ന പരസ്യം കണ്ടാണ് പലരും ഇവരെ ബന്ധപ്പെട്ടത്. വളരെ വേഗം വിശ്വാസ്യത പിടിച്ചുപറ്റിയ സ്ഥാപനത്തിലേക്ക് വിസ ആവശ്യമുള്ളവർ പണം നൽകുകയായിരുന്നു. ആദ്യം 1 ലക്ഷം രൂപയും പിന്നീട് 3 ലക്ഷം രൂപയും നൽകി. പലരും വിദേശത്തും സ്വദേശത്തും ഉൾപ്പെടെ നല്ല ജോലി ചെയ്തു വന്നവരാണ്. പരസ്യം കണ്ട് ജോലി രാജിവെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ഇവിടെ എത്തിയവരാണ് ചിലർ. മക്കൾക്ക് വേണ്ടി പണം മുടക്കിയവരും വീട് പണയപ്പെടുത്തിയവരും കടങ്ങൾ വാങ്ങിക്കൂട്ടിയവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവരെ വിശ്വസിച്ച് പണം നൽകിയത്.
എൻ്റെ മോന് 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവൻ പോയി രക്ഷപ്പെട്ടാലല്ലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കത്തോളം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവൻ പുറത്തുപോയി ഇത് ജോലി ചെയ്യട്ടെന്ന് വിചാരിച്ച് ഈ ഇറ്റലിയിലേക്കുള്ള വിസാഡൈന് കൊടുത്തത് ആദ്യമേ 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് വിസ ഉടനെ ശരിയായിട്ടുണ്ട്, ഒരു 3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇതങ്ങ് ക്യാൻസലായി പോവും, ഇതിന് കയറി പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ 4 രൂപ പലിശയ്ക്ക് ഒരാണ് പൈസ എടുത്തിട്ട് 4 ലക്ഷം രൂപ, മൊത്തത്തിൽ 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ പലിശ കൊടുത്ത് അവസാനം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്കാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, പലിശയും കൂടെ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി പോകാനായിട്ട് എനിക്ക് വേണ്ട, വിസ വേണ്ട, നിങ്ങൾ എനിക്ക് പലിശ കൊടുക്കാൻ വയ്യ, എനിക്ക് പൈസ തിരിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തിരിച്ചതാന്ന് പറഞ്ഞ് ഇവിടെ ഓഫീസിൽ, ഈ ജെറോം നഗറിലെ ഓഫീസിൽ നമ്മൾ പേപ്പറെല്ലാം കൊടുത്തതും പൈസ കൊടുത്തതും എല്ലാം അവർ തന്ന സംതൃപ്തിയുടെ ഒരു അക്കൗണ്ടിലാണ് പൈസ, നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷനാണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ പൈസ തിരിച്ചു വേണമെന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ തിരിച്ചിട്ട് തന്ന്, ബാക്കി 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ ഡേറ്റിനാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ബഹളം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മൊത്തവും ഫേക്കാണ് എന്ന്. മോനെ കൊണ്ട് PCC എടുപ്പിച്ച് പിന്നെ സർട്ടിഫിക്കറ്റ് ഡൽഹി പോയി അറ്റസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിന് 4000 രൂപ, PCC എടുപ്പിച്ച് പിന്നെ ഇറ്റാലിയൻ ഭാഷ പഠിക്കണമെന്നും പറഞ്ഞിട്ട് ഇറ്റലി പോകണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം അത് എന്നും പറഞ്ഞിട്ട് ഭാഷ പഠിപ്പിച്ച് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പുറകെ നമ്മളെ കൊണ്ട് ഒരുപാട് പൈസ. എൻ്റെ മോനെ കൊണ്ട് വിസ വന്ന് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കയറണമെന്നും പറഞ്ഞിട്ട് പെട്ടിയും ഡ്രസ്സ് സഹിതം എന്നെ കൊണ്ട് മേടിപ്പിച്ച് എൻ്റെ മോന്. പോലീസ് ക്ലിയറൻസ്, മെഡിക്കൽ എന്നിങ്ങനെ ധാരാളം പണം ചെലവായി. എന്നാൽ പണം നൽകി മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടതോടെ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി. പലരും പണം തിരികെ ചോദിച്ചു, എന്നാൽ പണം നൽകാൻ ഇവർ തയ്യാറായില്ല. ഇതോടെ തട്ടിപ്പിനിരയായവർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. പരാതികളുടെ അടിസ്ഥാനത്തിൽ നിരവധി FIRകളും ഇവർക്കെതിരെ രേഖപ്പെടുത്തി. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. പണം നൽകിയവർ സ്ഥാപന ഉടമയുടെ വീട്ടിലേക്കും എത്തി. വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു എന്ന് കാട്ടി ഇവർ കോടതിയിൽ നിന്ന് പ്രത്യേക ഉത്തരവ് വാങ്ങി. ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് പണം നൽകിയവർ. സംതൃപ്തി ഇവിടെ കാണുന്ന ഈ ഓഫീസ് വഴിയാണ് ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടത്. അതായത് 100ഓളം യുവാക്കളും യുവതികളും ഈ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓഫീസ് വഴി തന്നെ. അതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുമ്പോൾ ഈ സോളമൻ സെബാസ്റ്റ്യനും അവരുടെ മക്കളായ അരുൺ സോളമനും അഞ്ജലി സോളമനും പിന്നെ ഒരു ജസ്റ്റിൻ ജോണും ഇവരാണ് മെയിൻ റിക്രൂട്ടേഴ്സ്. അപ്പം ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഏകദേശം ഇപ്പം ഇത്ര ആൾക്കാരല്ല, പലരും ഈ ഓൾ ഓവർ കേരള ആയതുകൊണ്ട് പലർക്കും ഇന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് ഇതിന്റെ പുറകെ നടന്ന് അവരെ ജോലി പോലും അവർക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. ദിനചര്യകളൊക്കെ എല്ലാം തകടം പറഞ്ഞുകൊണ്ടിരിക്കുക. കയറാത്ത ഓഫീസുകളില്ല, അല്ലെങ്കിൽ കൊടുക്കാത്ത കംപ്ലൈന്റുകളില്ല. ഇപ്പം എല്ലാവരുടെ ഫോണിൽ നോക്കിയാലും സാറേ ഈ തുണ ആപ്പ് ഉണ്ട്. ഇപ്പോൾ തുണ ആപ്പ് വഴി കൊടുക്കുന്ന കംപ്ലൈന്റ് മൊത്തം ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യുക. അവരെ നമ്മളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് കാര്യം ചോദിക്കുകയോ ഒന്നും തിരക്കാതെ തന്നെ ഈ പറഞ്ഞ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഗവൺമെന്റും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും സഹായം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അവരെ വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ നമ്മൾ പൈസ വെച്ച് വീട്ടിൽ പോയതുകൊണ്ട് ഇവർ ഒത്തിരി പണക്കാരാണ്, പൈസ ഉള്ളവർ. ഇവർ ഈ പറഞ്ഞ ഹൈക്കോർട്ടിലെ വക്കീലിനെ കണ്ടിട്ട് നമുക്കെതിരെ റിറ്റ്സ് ഫയൽ ചെയ്തിരിക്കുക. അതായത് വീട്ടിൽ ഞങ്ങൾ പോയിക്കൂടാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ നിസ്സഹായരാണ്. പിന്നെ നമ്മളിവിടെ വരും, സ്വാഭാവികമായിട്ടും ഈ ഓഫീസിൽ വരാനേ വഴിയുള്ളൂ. ഇത്തരത്തിൽ പണം നൽകി കബളിപ്പിക്കപ്പെട്ടവർ ഇവരുടെ അടഞ്ഞുകിടക്കുന്ന ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. ഇനി പണം തിരികെ കിട്ടുമോ എന്ന ആശങ്കയാണ് മിക്കവർക്കുമുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ ഇരട്ട കുട്ടികൾക്ക് ആവശ്യമായ പരിചരണം കിട്ടാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് മന്ത്രി KS തുളസി. അച്ചൻകോവിൽ ഉന്നതിയിൽ നിയോഗിക്കപ്പെട്ടിരുന്ന ട്രൈബൽ പ്രൊമോട്ടറെ നീക്കം ചെയ്യും. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അമ്മയെയും മന്ത്രി സന്ദർശിച്ചു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൽ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായ നിലയിൽ. AC ഹാൾ ഉപയോഗശൂന്യം. ഡയറക്ടർ ഓഫീസിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സന്ദർശനം. കുറ്റക്കാർക്കെതിരെ നടപടിയെന്ന് മന്ത്രി. പ്രാർത്ഥനയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ചു. പുരോഹിതൻ അറസ്റ്റിൽ. കിഴക്കേ കല്ലട സ്വദേശി ഫാദർ ഡെന്നിസ് പ്രവീണാണ് പിടിയിലായത്. ബാലഗോകുലം ദക്ഷിണ കേരളം വാർഷിക സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കം. ജൂലൈ 5-ന് സമ്മേളനം സമാപിക്കും. പ്രവർത്തക പഠന ശിബിരം സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.